മഹാമായയുടെ അനുഗ്രഹത്താൽ മേന ഗർഭവതിയായി തീർന്നു. യഥാകാലം അവൾ രാഗിണി, കുടില എന്നീ ബാലികമാർക്ക് ജന്മം നൽകി. അല്പകാലത്തിനു ശേഷം മേന വീണ്ടും ഗർഭിണിയായി. അതോടെ മേനയുടെ മുഖം അതിദിവ്യ തേജസ്സാൽ ശോഭിതമായി തീർന്നു. മേനയിൽ വന്ന മാറ്റങ്ങൾ ബ്രഹ്മാവിനെ ഭയചകിതനാക്കി. ഈ അവസ്ഥ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ദേവി അവതാരം കൊള്ളുകയാണെന്ന വിവരം താരകൻ അറിയുകയും അത് സംഭവിച്ചുകൂടാ. ഇപ്രകാരം ചിന്തിച്ചുറച്ച ഭഗവാൻ ബ്രഹ്മദേവൻ നിഷയെ വിളിച്ച് ആജ്ഞാപിച്ചു. ഹേ നിഷേ, മേനാദേവിയുടെ ഗർഭത്തിൽ സതീദേവിയുടെ അവതാരം ജന്മം കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ശിശു ദേവാവതാരമാണെന്ന കാര്യം മറ്റാരും അറിയാതിരിക്കുവാൻ നീ മേനയുടെ ഗർഭത്തിൽ വ്യാപിക്കണം. ബ്രഹ്മദേവ, അവിടുത്തെ കൽപ്പന പോലെ. ദേവ, എന്നാൽ ഒരു സംശയം ബാക്കി നിൽക്കുന്നു. പരമശിവ പത്നിയായിരുന്ന സതീദേവി പുനർജനിക്കുവാൻ ഇടയായത് എങ്ങനെയാണ്? നിഷ ചോദിച്ചു. ദേവി, ദേവകാര്യങ്ങൾക്ക് ഭാവിയിലേക്ക് വ്യാപിക്കുന്ന ദൃഷ്ടിയുണ്ടെന്ന് നിനക്കും അറിവുള്ളതല്ലേ? എങ്കിലും കേട്ടുകൊള്ളുക. ബ്രഹ്മദേവൻ പറഞ്ഞു തുടങ്ങി. സതീദേവിയുടെ പരിചര്യകളിൽ പ്രസന്നനായ പരമശിവൻ ഒരിക്കൽ ദേവിയോട് വരം ചോദിക്കുവാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ ജന്മത്തിലും വരും ജന്മങ്ങളിലും തനിക്ക് ശിവഭക്തി ആയിരിക്കണമെന്ന് സതീദേവി അഭ്യർത്ഥിച്ചു. ശിവശങ്കരൻ വരം നൽകി. അതിൻ പ്രകാരമാണ് സതീദേവി മേനയുടെ പുത്രിയായി പുനർജനിച്ചത്. സന്തുഷ്ടയായി തീർന്ന നിഷ പറഞ്ഞു, പ്രഭു, അവിടുന്ന് ഏൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. അനന്തരം നിഷ ഹിമവാന്റെ അന്തപുരത്തിലെത്തി. അവിടെ പുഷ്പ സദൃശ്യമായ കിടക്കയിൽ ഗർഭാലസ്യത്തോടെ ശയിക്കുന്ന മേനയെ നിഷ കണ്ടു. ദിവ്യ പരിവേഷം മേനയിൽ കളിയാടുന്നത് മനസ്സിലാക്കിയ നിഷ ആദരപൂർവം കൈകൂപ്പി. പക്ഷെ എങ്ങനെയാണ് ദേവിയുടെ ഗർഭത്തിൽ പ്രവേശിക്കുക? നിഷ ആലോചനയിലായി. ഈ സമയം ഗാഠനിദ്രയിലായിരുന്ന മേനയുടെ വായു തുറന്നിരിക്കുന്നത് നിഷയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് തന്നെ അവസരമെന്ന് നിശ്ചയിച്ചുകൊണ്ട് നിഷ മേനയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. അതോടെ മേനയുടെ ദിവ്യ തേജസ് കുറഞ്ഞു തുടങ്ങി. യഥാകാലം മേനയൊരു ശിശുവിന് ജന്മം നൽകി. ഇന്ദ്രനീല വർണ്ണത്തിന്റെ സദൃശ്യമായ ആ ശിശുവിനെ കണ്ട് ഹിമവാൻ അത്ഭുതം കൂറി. പിൽക്കാലത്ത് കാളി എന്ന പേരിൽ അവൾ അറിയപ്പെടുകയും ചെയ്തു. അടുത്തത് കുടില നദിയായി മാറിയ കഥയാണ്. തുടരും.